ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഹൊറർ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ പേരാണ് ഈവിൽ നൺ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഗെയിമിലെ ഹൊററിക് ഫീലിംഗ് തരുന്നത് നമ്മുടെ ഈവിൽ നണിൻ്റെ മുഖമാണ്. നമുക്ക് ഇതിൻ്റെ മുഖം മാറ്റാനുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അല്ല ഗൈസ്, ഇതുണ്ടോ, സിസ്റ്റർ മാഡലീൻസ് അപ്പിയറൻസ് ബൈ ഡിഫോൾട്ട്. ഇതാണ് ഇപ്പോഴത്തെ മുഖം. നമുക്ക് മുഖം മാറ്റാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, സിസ്റ്റർ മാഡലീൻ എന്നാണ് നമ്മുടെ ഈവിൽ നണിൻ്റെ ഒറിജിനൽ പേര്. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഡിഫിക്കൽറ്റി ഈസി തന്നെയാണ് കൊടുത്തേക്കണത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ പ്ലേ കൊടുക്കാം. ഓക്കെ, ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കാറിൽ ഈവിൽ നണിൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ്. ഓക്കെ, വലിയ കുണ്ടക്കേറി കാട്ടിലാണ് സ്കൂള്. ഓക്കെ, ഒരു നണ്ണ് നമ്മളെ അവിടെ കൊണ്ട് നിർത്തുക. വലിയ പാട്ട് മുളൊക്കെ വെച്ചാൽ പോണത്. പക്ഷെ പോണത് ദുരന്തത്തിലേക്കാണ്, നമുക്കല്ലേ അറിയുള്ളൂ. ഓക്കെ, ഇത് ഇവിടെയാണ് നമ്മുടെ ഈവിൽ നണ്ണുള്ളത്. ആ ഷട്ടർ ഇടും, അതേ നിൽക്കിടൂ, നമ്മളെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ പുറകിൽ നിന്ന് അടിച്ചിട്ട് കൂട്ടോ. ഓക്കെ, നമ്മുടെ വെടി തീർന്നു. ഓക്കെ, ഡേ 1 എത്തിയിരിക്കുന്നു. നമുക്ക് വാനസ്കേപ്പ് ചെയ്യാനാണ് പ്ലാന്. നമ്മൾ ബോർഡ് ഇമ്പോസിഷൻ എഴുതി വെച്ചേക്കുവാണ്. വേറെ പണിയില്ലാത്തതുകൊണ്ടെന്ന് നമ്മൾ ഇമ്പോസിഷൻ എഴുതിപ്പിക്കുക. നമ്മൾ എന്നാ ജെറ്റ് കേട്ടാന്ന് അറിയത്തില്ല. നമുക്ക് വാനസ്കേപ്പിനുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിക്കാം. ഇവിടെയാണ് നമുക്കിവിടെ ആദ്യം ഇവിടുത്തെ കറണ്ട് വരുത്തണം. അപ്പോൾ ഇവിടെ കറണ്ടില്ല. കണ്ടില്ലേ ഗൈസ്, ഈവിൽ അടിപൊളി പൊട്ടത്തരം വന്ന് കയറിയത് അതിൻ്റെ വായിലേക്ക് കയറി. ഓക്കെ, നമുക്ക് ഇലക്ട്രിസിറ്റി കേബിൾ കിട്ടി. പെട്ടെന്ന് അവിടെ കൊണ്ടുവെക്കാം. ഗൈസ്, നമ്മുടെ ക്രോബാർ അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ടേക്കാം. കുഞ്ഞു ഗൈസ്, നമ്മൾ വന്നതേ പുള്ളിക്കാരത്തിൻ്റെ വായിലേക്ക് കയറി. അമ്മ ഇതേ കണ്ടു ഓടിക്കോ. ഇവിടെ എത്തിയ നേരം കൊണ്ട് വരൂ. നമുക്ക് ഇല പെണ്ണുമ്പിള്ളേരെ വെട്ടിക്കാനുള്ള സ്ഥലമുണ്ട്. അമ്മേ ഓട്. ഗൈസ്, നമ്മളെ പെണ്ണുമ്പിള്ളേരെ നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ ബട്ടൺ എന്തി? ഓക്കെ ഗൈസ്, ഇവിടുത്തെ ബട്ടൺ തുറന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണുമ്പിള്ള വരും. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടെ പോയാൽ പുള്ളിക്കാരത്തിനൊന്ന് പറ്റിക്കാം. ഇറങ്ങിയോ? അയ്യോ, ആദ്യം വന്നു. നമ്മളെ കണ്ടു. ഹലോ, ഇങ്ങോട്ട് പോരെ. ബൈ. പറ്റിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ എൻ്റെ മോൻ കണ്ടില്ല ഗൈസ്. ഒരു ചോരെ കുളിച്ചാണ് പുള്ളിക്കാരത്തിൻ്റെ മോഹമൊക്കെ ഇരിക്കണത്. അപ്പം നമുക്ക് പുള്ളിക്കാരത്തിനെ പറ്റിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് ഇവിടെ. അപ്പം ഇതിലെ വരുമോയെന്ന് അറിയത്തില്ല. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെടി തീർന്നു. വരും ഗൈസ്. പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം നടന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഡേ 2ലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ വരുന്ന പുള്ളിക്കാരത്തി കണ്ടോ? ഇതിലേ പോയെന്ന് എങ്ങനെ മനസ്സിലായി? ഗൈസ്, നമുക്ക് ആ ക്രോബാർ അവിടെ നിന്ന് എടുക്കാം. ഈ പുള്ളിക്കാരത്തി എന്തായാലും മുറിയിൽ നിന്ന് ഇറങ്ങുമെന്ന് തോന്നണില്ല. കാരണം നമ്മളവിടെ ആ പാട്ട് പറഞ്ഞ ട്രോഫി അവിടെ ഇട്ടില്ലേ. ഓക്കെ, ഇതിലെ പോകുന്ന ഇനി ആ പുള്ളിക്കാരത്തി നമ്മളെ കാണത്തില്ല. ഓക്കെ, നമുക്ക് പോയി ആ ക്രോബാറിങ് എടുക്കാം. ഗൈസ്, ഡേ 1 എസ്കേപ്പ് ചെയ്യണമെന്നായിരുന്നു പ്ലാൻ, പക്ഷേ മൂഞ്ചി നമ്മൾ. ഓക്കെ, ക്രോബാർ എടുത്തോട് വിട്ട് നമുക്കിവിടെ വാനിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി തുറക്കണം.
ഓക്കെ, ആദ്യം നമുക്ക് ഈ പലക ഊരിയെടുക്കണം. ഓക്കെ, നമ്മൾ പലക ഊരിയെടുത്തിട്ടുണ്ട്. ഈ പുള്ളിക്കാരത്തെ അവിടെ നമ്മളെ പാട്ട് വെച്ചോണ്ടിരുന്ന അതിൻ്റെ പുറകെ ആയിരിക്കും. ഇത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എവിടെ പോയി വഴി? നമുക്ക് യെല്ലോ കീ കണ്ടുപിടിക്കണം. യെല്ലോ കീ കാണാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ് എനിക്കറിയാം. അതെല്ലാം നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് വന്നത്. ഒന്ന് ഇവിടെയാണ്. ഇവിടെ ഇല്ല. നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് യെല്ലോ കീ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വാൻ്റെ അങ്ങോട്ട് പോവാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ക്രോബാർ വെച്ച് തുറന്ന ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വാനുള്ള സ്ഥലത്തേക്ക് പോവാം. ഇതിലാണ് ഗൈസ് വാനുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴി. ഓക്കെ, നമ്മൾ വേറൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഈ സ്യൂവറിലേക്ക് നമ്മൾ ഇറങ്ങണം. ഓക്കെ, ഈ പച്ച കളർ കാണിച്ചു കൊടുത്തോടെ നമുക്ക് അങ്ങോട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ കയറാനായിട്ടൊരു വഴിയുണ്ട്. കണ്ടില്ലേ? ഓക്കെ, നമ്മൾ ആ വഴി തുറന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മറ്റേ സിസ്റ്റർ ഇവിടെ ഇല്ല. ഇവിടെ വേറൊരു നണ്ണുണ്ട്. ആ നണ്ണിനെ വേണം നമുക്ക് പറ്റിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പെയിൻറ്റ് പോട്ട് എടുക്കണം. ഇനി അത് വരുമ്പോഴത്തേക്കും ഒരു നേരമാകുന്നു തോന്നുന്നു. നമുക്കിവിടെ നോക്കിയേക്കാം അത് വന്നുണ്ടോന്ന്. 2000 years later. നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ നണ്ണ് വരുന്നുണ്ട്. ഞാൻ ഓർത്തത് എന്തെങ്ങാനും വരില്ലെന്ന്. നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒളിച്ചിരിക്കാം. അപ്പോൾ ഗൈസ്, ആ നണ്ണ് തുണി അലക്കണ നണ്ണാണ്. പുള്ളിക്കാരത്തെ അവിടെ തുണി അലക്കാൻ കൊണ്ടിടുക. അത് തുറന്നിട്ട് അങ്ങോട്ടേക്ക് അടയ്ക്കും. ഇത് രണ്ടാമത്തെ പൊതിയും കൊണ്ട് വെച്ചു. ഒരു പൊതിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഉറങ്ങാൻ പോകും. ആ നേരത്തെ ഈ പെയിൻറ് വേണം നമ്മൾ തുണിക്കകത്തെല്ലാം കൊണ്ട് ഒഴിക്കണം. ഗൈസ്, ആ പുള്ളിക്കാരത്തി ഉറങ്ങാൻ പോവാണ്. ഗൈസ് തുറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ തുണി തുറന്ന അതിലേക്ക് പെയിൻറ് ഒഴിക്കാം. ഇനി ഒന്നും കൂടെ വിളിച്ചിരിക്കാം. ഇനി അത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആ തുണിയും കൂടെ കൊണ്ട് അലക്കാൻ പോകും. കണ്ടാൽ വീണ്ടും കിടന്നുറങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ ബോക്സിൽ കയറി ഇരുന്ന് നമുക്ക് ഈ വാനിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അത് എഴുന്നേറ്റിട്ടുണ്ട്. ഇനി വീണ്ടും 3 സെറ്റ് തുണി അലക്കാനായിട്ട് കൊണ്ടുവരും. ആദ്യം അലക്കിയ തുണിയെല്ലാം കൊണ്ട് വെക്കാൻ പോയേക്കുവാണ്. ഗൈസ്, നമ്മൾ പെയിൻറ് വെച്ച തുണി പുള്ളിക്കാരത്തി കൊണ്ട് വെക്കാൻ തുടങ്ങി. ഒരു സെറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. രണ്ടാമത്തെ സെറ്റ്. മൂന്നാമത്തെ സെറ്റ് വരാൻ താമസം. മൂന്നാമത്തെ സെറ്റും കൊണ്ട് വെച്ചു. ഇനി വീണ്ടും ഉറങ്ങാൻ പോവും. ഓക്കെ, അത് ഉറങ്ങിയെന്നാണ് തോന്നുന്നത്. ഇനി നോക്കി വാനകത്ത് ഇവിടെ കയറിയിരിക്കാം. ഇനി ആ പുള്ളിക്കാരത്തി ഒന്നും കൊണ്ട് എഴുന്നേറ്റിട്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഈ സ്കൂളിൻ്റെ പുറത്തേക്ക് പോകും. കുറച്ചേരം വെയിറ്റ് ചെയ്യാൻ ഗൈസ്. ഓക്കെ ഗൈസ്, ആ സിസ്റ്റർ എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ, വാനടച്ചു. ഇനി നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ സ്കൂളിൽ നിന്ന്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ് ഈവിൽ രണ്ട് സ്കൂളിൽ നിന്ന് വാന് വഴി. ഗൈസ്, ഒരു ബലൂൺ എസ്കേപ്പ് ഉണ്ട്. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള എസ്കേപ്പ്. അതിൻ്റെ ട്രൂ എൻഡിങ്. പിന്നെ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നോടം വരെ ബൈ.